സെയ്ഫിലേക്ക്. സെയ്ഫ, നവകേരള രേഖയിന്മേൽ നടന്ന ചർച്ചയ്ക്ക് എന്ത് മറുപടിയാകും മുഖ്യമന്ത്രി പറയുക എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം ആരംഭിച്ചിട്ടുണ്ടോ? വിമർശനങ്ങൾക്ക് എന്ത് മറുപടി നൽകും മുഖ്യമന്ത്രി? അറിയിച്ചിരുന്നത് രാവിലെ 9:30 തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നു. അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു. എന്നിട്ട് നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റി ചേർന്ന് പാനൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി കഴിഞ്ഞ ശേഷം ആ പാനൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിക്കും. അതിനുശേഷം പുതിയ സംസ്ഥാന സെക്രട്ടറിയെ പുതിയ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുക്കും. മുഖ്യമന്ത്രിയുടെ മറുപടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാകാം, 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാകാം. എന്തായിരിക്കും മറുപടി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖ, ആ രേഖയിൽ ഒരു അക്ഷരം പോലും മാറാതെ സംസ്ഥാന സമ്മേളനം അംഗീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ 4 മണിക്കൂർ നീണ്ട ചർച്ച, 27 പേർ പങ്കെടുത്ത ചർച്ച, അതിലൊരാൾ മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള സംശയം ആ രേഖയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത്. ഇത് ഇടത് നയത്തിന് ചേർന്നതാണോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമാണ് ഈ രേഖ എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അതിൽ ജാഗ്രത പുലർത്തണം, ജനങ്ങൾക്ക് മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകരുത് എന്ന തരത്തിലൊക്കെയാണ് കെ ടി കുഞ്ഞിക്കണ്ണൻ അടക്കമുള്ളവർ പറഞ്ഞത്. അതേസമയം തന്നെ മറ്റ് പ്രതിനിധികളൊന്നും കാര്യമായ വിമർശനത്തിലേക്ക് പോയില്ല. അതേസമയം കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ കേരളം സ്വന്തമായി വിഭവസമാഹരണം നടത്തിയാൽ മാത്രമേ രക്ഷയുള്ളൂ. അതുപോലെ തന്നെ വികസന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്താൽ മാത്രമേ കേരളത്തിൽ വികസനം വരികയുള്ളൂ. അല്ലാതെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് അനുകൂല നിലപാടൊന്നും ഉണ്ടാകില്ല എന്ന പൊതുവികാരമായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത 27 പേരിൽ ഭൂരിപക്ഷം ആൾക്കാരും പങ്കുവച്ചത്. അതുകൊണ്ട് ഈ രേഖ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ആ രേഖയിൽ അതിനെക്കുറിച്ച് ഉണ്ടാക്കിയ പ്രതിനിധികൾ മുന്നോട്ട് വെച്ച ചില സംശയങ്ങൾ, അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകും. എന്തുകൊണ്ട് ഈ രേഖ എന്ന കാര്യത്തിന് മുഖ്യമന്ത്രി അതിനകത്ത് വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖയുടെ തുടർച്ചയാണ് നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖ. കഴിഞ്ഞ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് നവകേരളത്തിന് വേണ്ടിയുള്ള പാർട്ടി കാഴ്ചപ്പാട് എന്ന രേഖയായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് മുഖ്യമന്ത്രി പുതിയ രേഖ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ രേഖ സംസ്ഥാന സമ്മേളനത്തിൽ അത് അല്പസമയത്തിനകം തന്നെ അംഗീകരിക്കുകയും സംസ്ഥാന സമ്മേളനത്തിന്റെ രേഖയായി മാറുകയും ചെയ്യും. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി അത് അംഗീകരിച്ച് CPM-ന്റെ രേഖയാക്കി മാറ്റും. പിന്നീട് ഇടതുമുന്നണി ചർച്ച ചെയ്ത് ഇടതുമുന്നണിയുടെ നയരേഖയാക്കി മാറ്റും. നിലവിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വളർത്തിയെടുക്കുക, അതുപോലെ തന്നെ സെസ്സും ഫീസും ഈടാക്കുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരിക തുടങ്ങി മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് പുറകോട്ട് പോയുള്ള ചില നിർദ്ദേശങ്ങൾ, അതിനെ എങ്ങനെയാണ് മുഖ്യമന്ത്രി അതിനെ വിശദീകരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഉണ്ടാകും. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയുടെ മറുപടി അവസാനിക്കാനാണ് സാധ്യത. ദിവ്യ.